നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ. മലയാള ചിത്രങ്ങൾക്ക് പുറമെ നിരവധി തമിഴ്, തെലുങ്ക്, കന്നഡ ചിത്രങ്ങളുടെയും പ്രധാന ലൊക്കേഷനായി ഊട്ടിയിലെ ഷൂട്ടിംഗ് മേട് മാറിയത് അതിവേഗമായിരുന്നു. 80കളുടെ രണ്ടാം പകുതിയും 90കളിലും മലയാള സിനിമകളുടെ പ്രധാന ലൊക്കേഷൻ ഊട്ടിയായിരുന്നു. മഞ്ഞും മഴയും കോടയും കമ്പളം പുതയ്ക്കുന്ന നീലഗിരി മലനിരകളുടെ വശ്യസൗന്ദര്യവും ഹരിതശോഭയും പ്രേക്ഷക മനസ്സുകളിൽ കുടിയിരുത്തിയത് ആ കാലഘട്ടത്തിലെ സിനിമകളായിരുന്നു. ഒരുപക്ഷെ 80കളിൽ പുറത്തിറങ്ങിയ ഭൂരിഭാഗം സിനിമകളുടെയും പശ്ചാത്തലമായിരുന്നു ഊട്ടി, പ്രത്യേകിച്ച് ഈ ഷൂട്ടിംഗ് മേട് എന്ന് പറഞ്ഞ സ്ഥലം. അതിനുശേഷം മലയാള സിനിമ പിന്നീട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കുമായി മാറി പൂർണ്ണമായും ഊട്ടിയിൽ നിന്ന് വിട്ടു എന്നുള്ള അവസ്ഥ വന്നു. പക്ഷേ വീണ്ടും മലയാള സിനിമ ഊട്ടിയിലേക്ക് തിരികെ വരുന്നു എന്നുള്ള സന്തോഷകരമായ ഒരു അവസ്ഥ നമുക്കിപ്പോൾ സംജാതമാണ്. ഊട്ടി ഗൂഡല്ലൂർ പാതയിൽ നിന്ന് 100 മീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം. ഹൈദരാബാദിലെ റാമോജി ഫിലിം സിറ്റിയിലൊന്നും ഗാനങ്ങൾ ചിത്രീകരിക്കാൻ അക്കാലത്ത് സാധാരണ മലയാള ചിത്രങ്ങൾക്ക് ആവാത്ത സാഹചര്യത്തിലാണ് ഷൂട്ടിംഗ് മേട് ഇഷ്ട ലൊക്കേഷനായത്. മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും നിരവധി ചിത്രങ്ങളുടെ ഗാന ചിത്രീകരണത്തിന് ഊട്ടിയിലെ ഷൂട്ടിംഗ് മേട് സാക്ഷിയായി. മലയാള സിനിമ കേരളത്തിന്റെ ഇട്ടാവട്ടത്ത് ചുരുങ്ങിക്കൂടുമ്പോഴാണ് ഊട്ടിയിലെ ഷൂട്ടിംഗ് മേടിന്റെ പ്രസക്തിയേറുന്നത്. നിരവധി മലയാള സിനിമകൾക്കാണ് ഊട്ടിയിലെ ഷൂട്ടിംഗ് മേട് ആതിഥ്യമരുളിയിരിക്കുന്നത്. അകലം മറന്ന് മലയാള സിനിമ ഈ കുന്നുകയറി വീണ്ടും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഊട്ടിയിൽ നിന്ന് ക്യാമറാമാൻ ഷിജോ ജോർജിനൊപ്പം എസ് വിനേഷ് കുമാർ, ഇന്ത്യ വിഷൻ.